ബഹുമാന സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമസ്കാരം. വലിയ സന്തോഷത്തിലാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. എന്താ പത്ര വലിയ സന്തോഷം എന്ന് നിങ്ങൾക്ക് തോന്നും. നോമ്പ് വരികയാണ് നാളെ. അതിന്റെ സന്തോഷം മാത്രമല്ല, അതിലും വലിയൊരു പെരുന്നാള്, അതിന്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം സൈബർ ഇടത്തിൽ ഫേസ്ബുക്കിൽ കുറെ ആളുകൾ ചേർന്ന് സൈബർ ആക്രമണം എന്നൊക്കെ പറയുന്ന പോലെ എന്നെ, എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ, എന്റെ ഉമ്മയെ, എന്റെ പിതാവിനെ ഒക്കെ വെച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ സൈബർ ഇടത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ അസഭ്യവർഷം നടത്തിയപ്പോ ഒരു വേള കേവലം ഒരു മനുഷ്യനായ എനിക്ക് ദേഷ്യം വന്ന്, പ്രകോപനം വന്ന്, എന്റെ വായിൽ നിന്ന് പറയാൻ പാടില്ലാത്ത ഒരു പ്രയോഗം ഞാൻ എഴുതി, ഫേസ്ബുക്കിൽ എഴുതി. അപ്പോ കുറെ ആളുകൾ എന്ത് ചെയ്തു? ഇതാ കണ്ടോ, സമുദായത്തെ ആക്ഷേപിക്കുന്നേ, സമുദായത്തെ കുറ്റം പറയുന്നേ, സമുദായത്തെ തെറിവിളിക്കുന്നേ എന്നും പറഞ്ഞ് പിന്നെ പൂര എഴുത്തായിരുന്നു. അപ്പോ ഞാൻ അതിനൊരു മറുപടിയായി ഒരു വീഡിയോ ചെയ്തു. അഭിവന്ദനായ ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പ്രകോപനം വന്നപ്പോ, ദേഷ്യം വന്നപ്പോ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയ ഒരു വാചകം. അതുപോലെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അവര് പറഞ്ഞു പോയ ഒരു വാചകം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും ഔന്നിത്യത്തിലുള്ള മഹാരഥന്മാരായ ആളുകൾക്ക് പോലും ഒരു വേള കൈവിട്ടു പോവാറുണ്ട്. അപ്പൊ ഒന്നുമല്ലാത്ത നിസാരക്കാരനായ, അവരുടെ ചെരുപ്പിനടിയിൽ പുരണ്ട മണൽത്തരിയുടെ പോലും പവിത്രതയില്ലാത്ത എനിക്ക് പ്രകോപനം വരുമ്പോ അറിയാതെ അബദ്ധം വന്നു പോകൂലേ എന്ന് സമുദായത്തോട് ഈ പറയുന്ന സൈബറിടത്തെ കൃമികീടങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞത് സമുദായത്തിന്റെ പേരിൽ പറഞ്ഞപ്പോ, എന്നിരുന്നാലും ഇവരെ മാറ്റി നിർത്തി സമൂഹത്തോട്, എന്റെ സമുദായത്തോട് ഞാൻ അതില് ക്ഷമാപണം നടത്തിയിട്ടുള്ളതാണ്. ആ ഒരു സംഗതി അവിടെ നിൽക്കട്ടെ. ആ സന്ദർഭത്തിൽ പല യൂട്യൂബ് ഓളികളും വന്ന് എന്നെ വളരെ നിശ്ചിതമായ രീതിയിൽ ആക്രമിച്ചു, വിമർശിച്ചു. ഞാൻ അതൊന്നും പരിഗണിച്ചിട്ടേയില്ല. ഒരുത്തനും മറുപടി പറയാനും പോയിട്ടില്ല. അതൊക്കെ ഈ ലൈക്കും ഷെയറും പുഴുങ്ങി അതുകൊണ്ട് ജീവിക്കുന്ന കേവലം യൂട്യൂബ് ഓളികളാണ്. അതിനിടക്കാണ് പെട്ടെന്ന് വേറൊരു ശബ്ദം. ആര്? ഒരു ചിമ്പാൻസി അല്ല, ഒരു ആലപ്പുഴക്കാരൻ, ഒരു വൃത്തികെട്ട, ഒരു കേരളം കണ്ട ഏറ്റവും വലിയ മതമൗലികവാദിയായ, തീവ്രവാദിയായ ഒരു ചങ്ങാതിയുണ്ട്, അൻസാരി സുഹിരി. അവൻ അവൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്ത്, അവന് ശരിക്കറിയാം ഞാനിത് സമുദായത്തെ മുഴുവനുമായി പറഞ്ഞതല്ല. എന്നെ ആക്ഷേപിച്ച, എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികളായി വന്ന മൂരികൾക്കും സുഡാപ്പികൾക്കും വേണ്ടി ഞാൻ മറുപടി പറഞ്ഞതാണെന്ന് ഈ ചിമ്പാൻസി സുഹിരിക്ക് ശരിക്കറിയാം. പക്ഷേ അവൻ എന്നെ വളരെ മോശമായ രീതിയിൽ ആ സമയത്ത് വീഡിയോ ചെയ്തു. അവന്റെ വേതാളം ചിരിക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട ചിരി കൊണ്ടും അംഗവിക്ഷേപങ്ങൾ കൊണ്ടും പരിഹാസവാക്കുകൾ കൊണ്ടും എന്നെ ആക്രമിച്ചു. പക്ഷേ ഞാൻ അവനെ വെറുതെ വിട്ടു. അപ്പോ ഞാൻ അവൻ അർഹിക്കുന്ന അവഗണനയോടെ ആ പറയുന്ന ചിമ്പാൻസി സുഹിരിയെ ഞാൻ വെറുതെ വിട്ടു. ഞാൻ മറുപടി പറഞ്ഞില്ല. അവൻ ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, ഇനി സുല്ലമി വരട്ടെ, എന്നിട്ട് മറുപടി പറയട്ടെ, അപ്പം നമുക്ക് നോക്കാം. ഓന്റെ ഒന്നും ബാപ്പാക്ക് മറുപടി പറയില്ല ഞാൻ, എന്നിട്ടല്ലേ ഈ ചിമ്പാൻസിക്ക് ഞാൻ മറുപടി പറയുന്നത്. പക്ഷെ ഇന്ന് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോ ഈ ചിമ്പാൻസിയെ ഇവൻ തന്നെ ചെലവും കൊടുത്ത്, വെള്ളവും വളവും കൊടുത്ത് വളർത്തി പോറ്റി കൊണ്ടുവന്ന കേരളത്തിലെ മതമൗലികവാദികളായ തീവ്രവാദികൾ ഇവന്റെ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ മുജാഹിദിലെ 8 വിഭാഗം, സുന്നികളിലെ എത്രയോ വിഭാഗം, ജമാഅത്തുകാര്, തബ്ലീഗുകാര്, വെൽഫെയർക്കാര്, എന്തൊക്കെ ഉണ്ടോ അതെല്ലാവരും ഈ പറയുന്ന ചിമ്പാൻസി സുഹിരിയുടെ ഈ വർഗീയ വീഡിയോകൾ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ സമസ്ത AP വിഭാഗം, അതിന്റെ അനിഷേധ്യനായ നേതാവ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായി
അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അവര് ചർച്ച നടത്തുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിലെ വിദ്യാഭ്യാസപരമായ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ കേരളത്തിൽ കൊണ്ടുവരേണ്ടുന്ന കാര്യങ്ങൾ മോദിജിയുമായി സംസാരിച്ച് സംവദിച്ച് അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം കാന്തപുരം ഉസ്താദ് പ്രസ്താവനകൾ നടത്തുന്നു. അതെല്ലാം ഞാൻ പിന്നീട് ഒരു വിഷയത്തിൽ ഒരു വീഡിയോയിൽ ചെയ്യും. ഞാനിപ്പോ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ ഈ ചിമ്പാൻസി സുഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോ ഈ കാന്തപുരം ഉസ്താദിന്റെ ഈ പറയുന്ന മോദിജിയുമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് ഈ ചിമ്പാൻസി സുഹരി ഒരു വീഡിയോ ചെയ്തപ്പോ, അതിനെ അനുകൂലിച്ചപ്പോ, ഇവൻ ഈ വർഗീയവാദി, ഇവൻ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റി വളർത്തിയ, ഇവന് വേണ്ടി ജയ് വിളിച്ചിരുന്ന ഇതേ തീവ്രവാദികൾ ഇവൻ അറഞ്ചം പുറഞ്ചം ഇവന്റെ തന്തക്ക് വിളിച്ചുകൊണ്ട് തെറിയഭിഷേകം നടത്തിയപ്പോ ഈ സുഹിരി എന്ന് പറയുന്ന അൻസാരി അവന്റെ ഫേസ്ബുക്കിലെ കമന്റ് പൂട്ടിയിട്ടിരിക്കുന്നു. എനിക്ക് ആ ഗതി ഇതുവരെ വന്നിട്ടില്ല. എന്നെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം അസഭ്യം എഴുതുന്നു, എന്നെ കുറിച്ച് പലതും എഴുതുന്നു. ഞാൻ പൂട്ടിയിടുന്നുണ്ടോ? ഇല്ല. ഞാൻ ആ കമന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നെ പറ്റി നട്ടാൽ കുരുക്കാത്ത തെറി പറയുമ്പോഴും ഞാൻ അതിന് ചിലപ്പോ അതേ ഭാഷയിൽ മറുപടി പറയും. ഞാൻ കമന്റ് ബോക്സ് പൂട്ടിയിടാറില്ല. ഞാൻ എഴുതുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. മുഖം വെച്ച് വരുന്നവർക്ക് മറുപടി പറയാറുണ്ട്, മുഖമില്ലാതെ വരുന്നവർക്കും ചില വേള മറുപടി പറയാറുണ്ട്. ഞാൻ ഇത് വലിയ സന്തോഷത്തോടു കൂടി പറയുന്നത്, ഈ പറയുന്ന ചിമ്പാൻസി സുഹിരി ഇവന്റെ വിഷയത്തിൽ ഇവൻ അന്നെന്നോട് മറുപടി പറയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ അവനെ വെറുതെ വിട്ടു. പക്ഷെ ഇന്ന് ഇവന്റെ വീഡിയോ ആഘോഷിക്കുന്ന ഈ പറയുന്ന ആളുകൾ തന്നെ ഇവൻ അറഞ്ചം പുറഞ്ചം തന്തക്ക് വിളിക്കുമ്പോ എന്തോ വലിയ സന്തോഷം. അൽഹംദുലില്ലാ. ഇവന്റെ വീഡിയോ കാണുമ്പോ മാഷാ അള്ളാ, ടീച്ചറാ അള്ളാ എന്നും പറഞ്ഞു വരുന്ന ഇതേ മൂരികൾ, ഇതേ സുഡാഫികൾ, ഇതേ 8 വിഭാഗം മുജാഹിദും, ഇതേ എത്രയോ വിഭാഗം സുന്നികളും എല്ലാവരും ഇവനെ ഇങ്ങനെ വിളിക്കുന്നത് കാണുമ്പോ പടച്ച റബ്ബേ വല്ലാത്ത സന്തോഷം. വലിയൊരു നാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നതുപോലെ. അൽഹംദുലില്ലാ. പിന്നെ കാണാം. ഇനി തോൽക്കുന്ന കാലങ്ങളെല്ലാം കഴിഞ്ഞു. മത്സരിച്ചിട്ട് ജനങ്ങളുടെ വിശ്വാസം നേടി അന്ന് ജയിക്കാൻ പോകുന്നത് എന്നാണ് ബിജെപിയുടെ. ഞാൻ ഒരു കൊച്ചി എയർപോർട്ടിൽ ഇരിക്കുമ്പോ അവിടുത്തെ MP, പേരെടുക്കുന്നില്ല, കുഞ്ഞുമോനറിയാം MPന്റെ പേര്, എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ മുൻപത്ത് സമയമെല്ലാം വേസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങളുടെ വോട്ടൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ഇന്ന് കുഞ്ഞുമോൻ അവിടെ നിന്ന് ഇലക്ടായി ആദ്യം BJP ജയിക്കും എന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. പണ്ട് കാലത്ത് ഞാൻ സെൻട്രൽ ഹോളിൽ ഇരിക്കുമ്പോൾ എന്റെ കർണാടകയിലെ സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യം, ശോഭാജി കരൺലാൽ, നിങ്ങൾ മുഖ്യമന്ത്രിയാവും കേരളത്തില്, മുഖ്യമന്ത്രി BJPന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരും 2057. ഒരു സാർക്കാസം, ഒരു ജോക്ക്. ഇന്ന് അവരെന്നെ നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി കേൾക്കുമ്പോ പറഞ്ഞു, അല്ല 26 നിങ്ങൾ മുഖ്യമന്ത്രി ഉണ്ടാക്കും. അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ്? മാറാത്തത് ഇനി മാറും. ഇനി നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? മാറ്റും നമ്മൾ. കേരള എന്ന് വളരെ മുദ്രാവാക്യം.